ഹായ്, ഹലോ. ഷില്ലോങ് സെമിനാരിക്ക് അടുത്ത് ചെറിയ ലേക്ക് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവർക്കും ചെറിയൊരു ആഗ്രഹം ചെറുതായിട്ടൊന്ന് ബോട്ടിംഗ് നടത്തി എന്തായാലും വന്നല്ലേ. തൊട്ടടുത്തായതുകൊണ്ട് ഞങ്ങളെല്ലാവരും പോയി ആ ലേക്കിലേക്ക് പോയി ഒന്ന് ബോട്ടിംഗ് ചെയ്യാമെന്ന് വിരിച്ചു. എല്ലാവർക്കും സന്തോഷമായിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ ബോട്ടിലേക്ക് നമ്മുടെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് കയറിയിട്ട് സിസ്റ്റേഴ്സിൽ ഒരു ചെറിയൊരു ചേട്ടൻ കൂടെ ഉണ്ട്. ഞങ്ങൾ പിന്നെ പെഡൽ ബോട്ടിംഗ് ആയിരുന്നു. ഇപ്പം നമ്മുടെ കാലിൻ്റെ പെഡൽ പോയില്ലെന്നുള്ളൂ. തള്ളി 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 പിന്നെ ചെറിയ തള്ളലൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോയിട്ടാണ്. പക്ഷെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞാനും ഓസ്റ്റിൻ അച്ഛൻ, ടൈറ്റസ് അച്ഛൻ, ജോസഫ് അച്ഛൻ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഭയങ്കര തമാശയൊക്കെ പറഞ്ഞ് സിസ്റ്റേഴ്സ് പിന്നെ പാട്ടൊക്കെ പാടി കയ്യെ കൊട്ടി ചിരിച്ച് കളിച്ച് അവരും എൻജോയ് ചെയ്തു നന്നായിട്ട്. പക്ഷെ നല്ല രസമായിരുന്നു. ഞങ്ങൾ ചെറിയൊരു ഈവനിങ് ടൈമിലാണ് പോയത്. അപ്പോൾ അതിൻ്റെതായ ഒരു ശാന്തതയും രസമുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ CDI ഗുവാഹത്തിലെ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്തി. പിന്നെ അതിനിടയിൽ ക്ലാസ്സൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ ചെറിയൊരു ക്ലാസ്സും പരിപാടികളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് ഈ ടീ ഗാർഡനിൽ വർക്ക് ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് ഒരു പാസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റുക എന്നുള്ള ക്ലാസ് ഞങ്ങൾ അറ്റൻഡ് ചെയ്തിരുന്നത്. അപ്പോൾ അവർ നേരിട്ട് പോയി കണ്ട് അവരായിട്ട് ഞങ്ങൾ സംസാരിച്ചു. അവരെന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, എങ്ങനെയാണ് അവർക്കൊരു പാസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റാം, നിങ്ങൾ എന്തൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്, അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അതായത് ഞങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അവരായിട്ടൊരു സെഷനൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അവിടെ നേരെ വണ്ടിയൊക്കെ എടുത്ത് തിരിച്ച് പോകാനായിട്ട് ഞങ്ങൾ ഇറങ്ങാണ്. അപ്പോൾ വളരെ മനോഹരമായൊരു യാത്രയായിരുന്നു. തിരിച്ച് ഞങ്ങൾ വന്നപ്പോഴേക്കും ആസാമിൽ ഗുവാഹട്ടിയിലൊക്കെ വെള്ളപ്പൊക്കമായിട്ടാണ്. അയ്യോ, ജസ്റ്റ് ഒരു ആ രാത്രി മഴ പെയ്തു. ഇത്രയും വെള്ളം ഞങ്ങൾക്ക് കണ്ടിട്ട് തന്നെ പേടിയായിപ്പോയി. അപ്പോൾ അങ്ങനെ തിരിച്ച് പോണേക്കുമ്പോൾ ഞങ്ങൾ പോയതാണ് നമ്മുടെ ഡോൺ ബോസ്കോ യൂണിവേഴ്സിറ്റി. ശരിക്കും ഇത് യൂണിവേഴ്സ് എന്ന് പറയുന്നത് നല്ലത്. ജൈവം ഇവിടെയൊക്കെ പഠിക്കാന്ന് പറഞ്ഞാൽ എൻ്റെ ഭാഗ്യമെന്നാണ്. നോക്കി എന്ത് രസമാണല്ലേ. ശരിക്കും നമ്മുടെ ഈ ടൂർ പോയ പോലെയാണ് ശരിക്കും ഇവിടെ നോക്കുമ്പോൾ. ഇത് ശരിക്കും യൂണിവേഴ്സിറ്റിയാണ്. ഒരുപാട് കോഴ്സുകൾ, ഒരുപാട് നല്ലൊരു യൂണിവേഴ്സിറ്റി. അപ്പം അങ്ങനെ ഞങ്ങളുടെ അവിടുത്തെ അച്ഛൻ ഞങ്ങളവിടെ കൊണ്ടുപോയി കുറേ സ്ഥലങ്ങളും അവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ കാണിച്ചു തന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് CDയിലെത്തി. ഞങ്ങൾ തിരിച്ച് പോവാണ്. തിരിച്ച് നമ്മുടെ ത്രിപുരയിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ സിസ്റ്റേഴ്സിനൊക്കെ താങ്ക്സ് ഒക്കെ പറഞ്ഞ് നല്ല ഭക്ഷണവും നല്ല ക്ലാസ്സുകളൊക്കെ തന്നതിന് താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് നമുക്ക് 4 മണിക്കായിരുന്നു നമ്മുടെ ട്രെയിൻ. അവിടെ നിന്ന് ട്രെയിൻ കയറി പിറ്റേ ദിവസം ഒരു 9 മണി ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ അഗർത്തലെത്തി. അപ്പോൾ ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കും.